വയനാടിനെ കരകയറ്റാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന പ്രവാഹം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന 110 കോടി കടന്നു. നിരവധി ആളുകളും സംഘടനകളുമാണ് ഇപ്പോഴും സഹായവുമായി എത്തുന്നത്. വ്യാജ പ്രചാരണങ്ങളെല്ലാം തള്ളിയാണ് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ഒഴുകിയെത്തുന്നത്. ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ സംഭാവന 110 കോടിക്ക് മുകളിലാണ്. ഇന്നലെ മാത്രം നൽകിയ കണക്കുകൾ ഇങ്ങനെ: സണ്ണി വർക്കി ഫൗണ്ടേഷൻ 1 കോടി രൂപ, ബ്രില്യൻസ് സ്റ്റഡി സെന്റർ പാല 40 ലക്ഷം രൂപ, ചിദംബരം എംപിയായ തോൽ തിരുമാവളൻ 15 ലക്ഷം രൂപ, ബേക്കേഴ്സ് അസോസിയേഷൻ കേരള 10 ലക്ഷം രൂപ, KS ഹംസ മകളുടെ വിവാഹ ചെലവ് ചുരുക്കി സമാഹരിച്ച 10 ലക്ഷം രൂപ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ, പാറശാല ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ, രജനി രാമചന്ദ്രൻ പുനർജനി കാസർഗോഡ് 5 ലക്ഷം രൂപ, R പരമശിവം CITU ട്രിച്ചി ബെൽ ടൗൺഷിപ്പ് 2,50,000 രൂപ, പാപ്പനംകോട് ഗ്രാമീണ പൗരസമിതി 2,28,500 രൂപ, കൊല്ലം ബാർ അസോസിയേഷൻ 1,60,000 രൂപ, കവടിയാർ ഗീതത്തിൽ കൃഷ്ണപിള്ള ആൻഡ് ഗീതാ ഗോപാലൻ 1,36,000 രൂപ, ആറന്മുള കോങ്ങളത്ത് കണ്ടത്തിൽ ദീപുരാജ് വള്ളസദ്യ നടത്താനായി കരുതിവെച്ച 1 ലക്ഷം രൂപ നൽകി. സാം ഇമ്മാനുവൽ നേശമണി മെമ്മോറിയൽ ക്രിസ്ത്യൻ കോളേജ് ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് 83,550 രൂപ, കേരള പപ്പടം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി 60,000 രൂപ, ആനാട് വില്ലേജിലെ ഇരിയനാട് ലക്ഷ്മി മംഗലത്തിൽ 76 വയസ്സുള്ള L സാവിത്രി തന്റെ ഇടത് കാൽമുട്ടിലെ ശസ്ത്രക്രിയയ്ക്കായി നീക്കിവെച്ച 25,000 രൂപ ശസ്ത്രക്രിയ തൽക്കാലം ഒഴിവാക്കി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. KSFE ജീവനക്കാരി അജിഷ ഹരിദാസ് വീട് നിർമ്മാണത്തിനായി വാങ്ങിയ വയനാട് കമ്പളക്കാടിലെ 20 സെന്റ് ഭൂമി സർക്കാരിന് കൈമാറി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.